നന്നാക്കി കറി വെച്ച് തരും. അപ്പൊ ഇത് റൈസ്, പിന്നെ ഇത് ദാലാട്ടോ. ദാലെന്ന് പറഞ്ഞാൽ അറിയാം, പരിപ്പ്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കേരളത്തിലെ മീൻകറി പോലെയാണ് ഇവർക്ക് ഇവിടെ ചോറിന് ദാലില്ലാണ്ടുള്ള ഒരു പരിപാടി അവർക്കില്ല. ഇത് തർക്കാരി, സബ്ജി, അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. ഉരുളക്കിഴങ്ങും ഇല്ലാത്തൊരു പരിപാടി അവർക്കില്ല. പിന്നെ ഇത് സാഗ്. സാഗ് എന്ന് പറഞ്ഞ ഇലക്കറി, ചിലപ്പോ നമ്മുടെ നാട്ടിലെ പോലെ ചീരയില. പിന്നെ ഇവർക്ക് ഓരോ സീസണിലും ഓരോ സാഗ് കിട്ടും. കടുകിന്റെ ഇല, അതേപോലെ റായി സാഗ്, പാലക്ക്, അങ്ങനെ ഓരോ സീസണിലും കിട്ടും. വേറൊന്ന്, ഇതിപ്പോ നമ്മൾ ഓർഡർ കൊടുത്തതുകൊണ്ട് ചപ്പാത്തി വെച്ചു. പിന്നെ പപ്പടം. പിന്നെ ഇത് ചമ്മന്തി ആട്ടോ. ഇത് നേപ്പാളിലെ ചമ്മന്തിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹിമാലയത്തിൽ ഉണ്ടാവുന്ന ടിമ്പർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ ടിമ്പർ ഇതിന്റെ അകത്ത് ഇട്ട് അവര് ടിമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹിമാലയത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ കുരുമുളക്, ഗ്രാമ്പ് പോലെ അതിന്റെ ഷേപ്പ്. അത് ഇതിൽ ഇട്ടിട്ട് ഉണ്ടാക്കുള്ളൂ. സ്പൈസ, നാവിന് നല്ലൊരു ഇത് വരും. ഈ ടിമ്പർ കഴിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഓക്സിജൻ പ്രശ്നമുള്ള ചില ഏരിയ ഉണ്ട് ഇവിടെ. അപ്പൊ അവിടെയാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അതായിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഭയങ്കര വെജിറ്റേറിയൻസ് ആരുണ്ട് അത് കാരണം. പിന്നെ അത് മട്ടൺ. ഇനി മട്ടന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മട്ടന്റെ തൊലി ഇവര് കളയില്ല. കോഴിയുടെ ആണെങ്കിലും തൊലി കളയില്ല. ഇവര് ഗ്യാസ് ഇട്ട് കത്തിച്ച് രോമം കരിക്കുള്ളൂ. കോഴിക്കടയിൽ കയറുമ്പോൾ കട്ടൻ ആദ്യം പിന്നെ ഒന്ന് വെട്ടിയിട്ട് ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് അവര് ഒന്നും കളയില്ല അവര്. അതാണ് ഇപ്പൊ ഇത് നമ്മുടെ ഇത്. അതേപോലെ ഇവിടെ കാട്ടുപന്നിയുടെ ഇറച്ചി കിട്ടും. അതിവിടെ നിരോധിച്ചിട്ടില്ല. ഇല്ല, ഇവിടെ പക്ഷെ ക്രോസാണോ അതിവിടെ കിട്ടും. പിന്നെ ഫ്ലൈങ് ഡക്കിന്റെ ഇറച്ചി കിട്ടും. പിന്നെ ഇവിടുത്തെ സ്പെഷ്യല് ഇവര് നോൺ വെജ് ഭയങ്കര അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബി നമ്മുടെ ഫുഡിനെ കുറിച്ച്, ഞാൻ ബ്ലോഗറോ അല്ലെങ്കിൽ യൂട്യൂബറോ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു 16 വർഷമായിട്ട് വളരെ സമാധാനപരമായിട്ട് നേപ്പാളിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണ്. കാരണം നമ്മുടെ ആകെ 150 മലയാളികളാണ് നേപ്പാൾ മൊത്തം നോക്കിയാൽ കാണുള്ളൂ. അത്ര പോലും ഉണ്ടാവില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഐ എം വെരി ഹാപ്പി. 150 താഴെയുള്ളൂ. ഫാമിലി അല്ല. കാരണം ഇവിടെ എന്താ പറയുക, ഇവിടെ ഫാമിലിയൊക്കെ വന്നിട്ട് മലയാളി ദമ്പതികൾക്ക്, അതായത് ഒരു ഭാര്യയും ഭർത്താവും മലയാളികളായവർക്ക് മക്കൾ നേപ്പാളിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോകത്ത് തന്നെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വന്ന് പോകുമ്പോൾ, കാരണം ഇവിടെ ഒരു ഫ്യൂച്ചർ ഒന്നുമില്ല. നിങ്ങൾ വന്നപ്പോ കണ്ടതല്ലേ, ഇവിടെ ഒരു ടൂറിസം, ലൈഫ് എൻജോയ്, പീസ്ഫുൾ, അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോ നേപ്പാളിൽ നിന്ന് മലയാളിയായ ബോബി. ഉണ്ടല്ലോ. എന്നാ കഴിക്കാം.